ഭയങ്കര ഒരു മാറ്റമായിപ്പോയി. എനിക്ക് ശരിക്കും വിഷമത്തോടുകൂടി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ എന്തായാലും ഒരു ചെടിക്ക് ഇതെല്ലാം പറ്റിയുള്ളൂ. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ നമുക്കിപ്പോൾ കാണാമെന്നുള്ളത്. അപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരെണ്ണമാണ്. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പ്ലാന്റിന് എന്താ കൊടുക്കേണ്ടതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചെറിയ 2 പീസ് ഇട്ട് കൊടുക്കാം. ഒരു 15 ദിവസം കൊണ്ട് റിസൾട്ട് കാണാൻ പറ്റും. രാസപ്രവർത്തനം നടക്കുന്നതാണ് ശരിക്കും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഇന്ന് നമ്മളുടെ ഓർക്കിഡ് ഗ്രോവിംഗ് സീരീസിന്റെ 7ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിലെ മാറ്റം ഭയങ്കര ഒരു മാറ്റമായിപ്പോയി. എനിക്ക് ശരിക്കും വിഷമത്തോടുകൂടി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എൻ്റെ ചെടിക്ക് കുറേ പൊള്ളൽ വന്നു. അതിൽ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചൂട് കൂടിയ സമയത്ത് നമ്മൾ വൈകിട്ട് ഇവിടെ പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്ത സമയത്ത് വെള്ളം ഒഴിക്കാണ്ട് പെസ്റ്റിസൈഡ് അടിച്ചു. അതാണ് ഇതിന് പൊള്ളൽ വരാനുള്ള കാരണം. അപ്പോൾ ഈ ചെടിയിൽ അത് വീണു. അത് കാരണം എൻ്റെ ചെടിയുടെ കുറച്ച് ഇലകൾ, അത് ഡെൻഡ്രോബിയം സീഡ്ലിങ്സിന് മാത്രമാണ്. അപ്പോൾ സീഡ്ലിങ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും സെൻസിറ്റീവാണ്. അതിന് നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ച് വേണം എപ്പോഴും വളങ്ങളൊക്കെ കൊടുക്കാനായിട്ട്. ഈ ഒരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഒരു ചെറിയ ഇത് നമുക്ക് നേരത്തെ ഉള്ള ഒരു ഡാമേജാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് പ്രശ്നം പറ്റിയത് നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ കോമ്പാക്റ്റ് സീഡ്ലിങ്സിനകത്താണ്. അതിൻ്റെ ഇലയുടെ മുകൾ ഭാഗത്ത് ഇത് കണ്ടോ പൊള്ളിപ്പോയി, ആ ഒരു ഏരിയ പൊള്ളിപ്പോയതാണ്. അതിൽ ഈ ഒരു ഇലയും യെല്ലോ ആയി ഒരു ഇല പൊഴിഞ്ഞ് കിടക്കുന്നു. പക്ഷെ ബാക്കി കാറ്റ്ലിയ കുഴപ്പമില്ല. ഇച്ചിരി മുതിർന്ന ഒരു ഡെൻഡ്രോബിയം അങ്ങനെ വലിയ പ്രശ്നമില്ല. ഓൺസീഡിയും കുഴപ്പമില്ല. പക്ഷെ ഈ ചെറുതിനാണ് പണി കിട്ടിയത്. ഈ ചെറുതിന് താങ്ങാൻ പറ്റിയില്ല. അതിൻ്റെ ആ ഒരു പൊള്ളലുണ്ടോ, ലീഫ് നന്നായിട്ട് പൊള്ളിപ്പോയി. ടൊളുമിയ പ്രശ്നമില്ല. ഒരു ഇല പഴകിയ ഇലയാണ്. അതുപോലെ ഏജ് ആകുമ്പോൾ ഇല പൊഴിഞ്ഞു പോവും. അതുപോലെ ഈ ഒരു ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു ഇല മഞ്ഞയായി, അത് നമുക്ക് മുറിച്ചെടുക്കാം. ഈ ഒരു ചെടിയാണ് നല്ല പ്രശ്നമായത്. ഇത് കോമ്പാക്റ്റ് സീഡ്ലിംഗ് ആയിരുന്നു. എന്തായാലും ആ ഇല നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമ്മൾ കട്ടാവുന്നില്ല, അതിങ്ങനെ പഴുത്തു പോയി ആ പുള്ളിയിട്ട ഭാഗം. പിന്നെ ഇവിടെയൊക്കെ പൊള്ളലുണ്ട്, പക്ഷെ അത് നമ്മൾ മുറിക്കുന്നില്ല. അത് നമുക്കൊന്ന് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് റെഡിയായി വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ചെടിക്ക് നമ്മളുടെ പ്രധാനമായിട്ട് വന്ന മാറ്റം. നല്ല വിഷമമുണ്ട്, കാരണം ചെടി ഞാൻ അത്രയും നന്നായിട്ട് നോക്കിയിട്ട് ഇടയ്ക്കൊരു അശ്രദ്ധയിൽ സംഭവിച്ചതാണ്. അതായത് വൈകുന്നേരമാണ് നമ്മളെപ്പോഴും പെസ്റ്റിസൈഡ്സ് അടിക്കുന്നത്. അപ്പോൾ ഈ പെസ്റ്റിസൈഡ് ഇവിടെ ബാക്കിയുള്ള പ്ലാന്റുകൾക്ക് അടിച്ചപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിരുന്ന പ്ലാന്റ് ആയിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് ഡബിൾ ഡോസ് ആയിപ്പോയി ചെടി. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല. അങ്ങനെ എന്തായാലും ഒരു ചെടിക്ക് ഇതെല്ലാം പറ്റിയുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ശരിക്കും നമ്മൾ മുട്ടയും നാരങ്ങയും കൂടി ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന എഗ്ഗമിനോ ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. ഇതിനോട് ശർക്കരയും കൂടി ആഡ് ചെയ്തുകൊണ്ട്. അപ്പം ഇന്നിപ്പോൾ പ്ലാന്റിന് നമുക്ക് എഗ്ഗമിനോ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ എഗ്ഗമിനോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. കാരണം എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്ത് എടുത്തതാണ്. അപ്പോൾ നിങ്ങളും കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ നമുക്കിപ്പോൾ കാണാമെന്നുള്ളത്. അപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരെണ്ണമാണ് എഗ്ഗമിനോ. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പ്ലാന്റിന് എന്താ കൊടുക്കേണ്ടതാണ് ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഗ്ലൂക്കോസ് കൊടുത്താൽ പ്ലാന്റ്സിന് എന്തെങ്കിലും ക്ഷീണമോ അല്ലെങ്കിൽ കേടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് റിക്കവർ ആവാനും പ്ലാന്റ്സ് ഒന്ന് ബൂസ്റ്റ് ആവാനും ആയിട്ടുള്ള നമ്മൾ സുഖമില്ലാത്തപ്പോൾ കഴിക്കുന്ന പോലെ തന്നെ കൊടുക്കുന്നതാണ്. ഞാനിങ്ങനെ പണ്ട് മുതലേ ഈ ടയേർഡായിട്ടുള്ള പ്ലാന്റ്സിനൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സിന് ഒരു ക്ഷീണം ഉള്ളതുകൊണ്ട് നമുക്കിന്ന് ഗ്ലൂക്കോസ് കൊടുക്കാം. അപ്പോൾ അതാ ഗ്ലൂക്കോസ് 1 ലിറ്ററിലേക്ക് ഒരു 5 ഗ്രാം ആകട്ടെ കൊടുക്കുന്നത്. ചെറിയ 2 പീസ് ഇട്ട് കൊടുക്കാം. ഗ്ലൂക്കോസ് ആയതുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് അലിഞ്ഞോളും. ഓക്കെ, ഏകദേശം ഒരു 5 ഗ്രാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് ഒന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് അലിയും. ഗ്ലൂക്കോസ് ഇല്ല, പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് ഗ്ലൂക്കോസിന്. അപ്പോൾ ഗ്ലൂക്കോസ് കൊടുത്ത് നമ്മുടെ ചെടിയുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാം. ഞാനിപ്പോൾ രാവിലെ വെള്ളം ഒഴിച്ചു വെച്ചിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാട്ടോ വെള്ളം ഒഴിക്കാതെ ഇപ്പം ഗ്ലൂക്കോസ് ഒഴിക്കുന്നത്. ഗ്ലൂക്കോസ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, തണുപ്പാണല്ലോ ചെടിക്ക്. അപ്പോൾ നല്ലതായിട്ട് ഗ്ലൂക്കോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇലയിലും തണ്ടിലും വേരിലും ഒക്കെ നന്നായിട്ട് വീഴുന്ന രീതിയിൽ ഗ്ലൂക്കോസ് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു വേണമെങ്കിലും കൊടുക്കാം, സ്പ്രേ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാ ഭാഗത്തും ചെടിയിൽ വീണിരിക്കണം. അപ്പോൾ ഈ ചെടിക്കായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ഇച്ചിരി നല്ലോണം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇച്ചിരി ആ ഗ്ലൂക്കോസ് ഒക്കെ ഒന്ന് കുടിച്ച് സെറ്റ് ആവട്ടെ ചെടി. അപ്പോൾ ഇതൊരു സൈഡിൽ റെസ്റ്റ് ചെയ്യട്ടെ. നമ്മളിന്ന് കൊടുക്കാൻ ഉദ്ദേശിച്ച എഗ്ഗമിനോ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ എഗ്ഗമിനോ ഉണ്ടാക്കാൻ പ്രധാനമായിട്ടൊരു കോഴിമുട്ട വേണം.
അപ്പോൾ നല്ല മുട്ട വരണം. ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ഒരു ജാറിൽ എടുത്ത് വെക്കണം. ഗ്ലാസിൻ്റെ ജാറാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ നല്ല വൃത്തിയുള്ളത് നനവില്ലാത്തായിട്ടുള്ള ഒരു പാത്രം എടുക്കാം. പിന്നെ ഒരു മുട്ട നനവില്ലാതെ മുഴുവനെ തന്നെ നമ്മൾ ജാറിലേക്ക് പൊട്ടാതെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് മുട്ട ഇങ്ങനെ ആയതുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നാരങ്ങ ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ ശർക്കര കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല. എങ്കിലും ഏകദേശം നമ്മുടെ മുട്ട മുങ്ങി നിൽക്കണം. അപ്പോൾ നമ്മുടെ ഈ നാരങ്ങയാണ് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ചായതുകൊണ്ട് നല്ല അടിപൊളി മണം കേട്ടോ. ഇതിന് ഇച്ചിരി പച്ചയാണ്, ഇച്ചിരി കൂടെ ഒന്ന് പഴുക്കാനുണ്ടായിരുന്നു നാരങ്ങ. അടുത്ത നാരങ്ങ ഒഴിക്കാം. നാരങ്ങയ്ക്കും മുട്ടയ്ക്കും വിലക്കുറവുള്ള സമയത്താണ് നമ്മൾ എഗ്ഗമിനും ഉണ്ടാക്കി വെക്കേണ്ട കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് മുതലാവത്തില്ല. ഒന്നാമത് നമ്മൾ പ്ലാന്റ്സിന് കൊടുക്കാനാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത നാരങ്ങ, നല്ല നീരുള്ള നാരങ്ങ എടുത്തോ. വീട്ടിൽ പിടിച്ചായതുകൊണ്ട് കുറച്ച് പച്ചയാണ് കേട്ടോ നാരങ്ങ. ഇച്ചിരി കൂടെ ഒന്ന് പഴുക്കണം. പക്ഷേ അത് അടന്ന് വീണുകൊണ്ട് നമ്മളങ്ങ് എടുത്തതാണ്. 1-2 ഇങ്ങനെ അടന്ന് വീണത്. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ ചെടിക്ക് അതങ്ങ് കൊടുക്കാം. ഈ നാരങ്ങ നമ്മൾ മുഴുവനും ഇതിനകത്ത് ചേർക്കും കേട്ടോ. അത് ആ അരിയും അതിൻ്റെ ആ കൊന്തും അല്ല, അതല്ല അരിച്ചൊന്നും അല്ല കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. അത് മുഴുവനെ എല്ലാ സാധനവും കിട്ടണം. ഇപ്പം അടുത്ത് ഇനി ഇത് കാണുമ്പോൾ അറിയത് ഈ തോടും ഇതും കൂടെ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഏകദേശം ഒരു പകുതി ആയിട്ടുണ്ട്. ബാക്കി പകുതി നമ്മൾ ശർക്കരയും കൂടി ഇടും കേട്ടോ. 2 തരത്തിൽ എഗ്ഗമിനും ഉണ്ടാക്കുക. ഒന്ന് നമ്മൾ മുട്ടയും നാരങ്ങയും ശർക്കരയും കൂടെ ഉള്ള മിക്സ്, അതല്ലെങ്കിൽ മുട്ടയും നാരങ്ങയും മാത്രം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം മുങ്ങിക്കിടക്കണം നാരങ്ങ. ഇത് നമ്മളെ മുട്ടത്തോടെ തൊടുമ്പം കണ്ടതാ എന്താ ശരിക്കും തൊട്ടുകൂടാത്തതാണ്. നമ്മളിത് ഇട്ട് കഴിഞ്ഞിട്ട് കണ്ട ആ തൊലി ഇളകി തുടങ്ങി. അപ്പം നാരങ്ങയുടെ എഫക്റ്റാണ് അത്. നമ്മുടെ ശർക്കരയും കൂടി അതിനകത്തോട്ടിടാം. ശർക്കര ഒന്ന് അലിഞ്ഞിരിക്കും കേട്ടോ. ഏകദേശം നമ്മളൊരു അരിഷ്ടമൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ഫോർമാറ്റ് കേട്ടോ. കണ്ടോ, അതിൽ നാരങ്ങ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഈ മുട്ട തനിയെ പൊട്ടി ഇതുമായിട്ട് ജോയിൻ്റ് ആയിട്ട് ഒരു 15 ദിവസം കൊണ്ട് റിസൾട്ട് കാണാൻ പറ്റും. ഇങ്ങനെയാണ് എഗ്ഗമിനം ഉണ്ടാക്കുന്നത്. 1 നാരങ്ങയും മുട്ടയും മാത്രം ഉപയോഗിച്ചിട്ട് 2 നാരങ്ങ മുട്ട ശർക്കരയുടെ ഉള്ളത് മിക്സ്. ഇങ്ങനെ ഈ മുട്ടയും നാരങ്ങയും കൂടെ ചേർന്നൊരു രാസപ്രവർത്തനം നടക്കുന്നതാണ് ശരിക്കും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഇത് കണ്ട് ചെറിയ കുമിളകളൊക്കെ വരുന്നത്. ഇങ്ങനെയാണ് ഈ സംഭവം സെറ്റ് ആവുന്നത് കേട്ടോ. ഒരു 2-3 ദിവസത്തേക്ക് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ എന്താ തിളയ്ക്കുന്ന പോലെ ഇങ്ങനെ കിടക്കും കേട്ടോ. നമ്മൾ ഏത് ബൗളാണോ അതിനകത്ത്. അപ്പോൾ നല്ല നാരങ്ങയുടെയൊക്കെ നല്ല മണമുണ്ട്. അപ്പം ഇത് നമുക്കിത് അടച്ച് സൂക്ഷിക്കാം. വെള്ളനനമൊന്നും ഇനി വരാൻ പാടില്ല. വേണമെങ്കിൽ കുറച്ച് സമയം ഇത് വെയിലത്തോട്ടൊന്ന് കൊണ്ടുവച്ചാൽ എന്തെങ്കിലും ഒരു ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോളും. നമ്മൾ അച്ചാറൊക്കെ എടുത്തില്ലേ, സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു രീതി. അതുപോലെ കെയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ ചെടികൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ ഗ്ലൂക്കോസും എടുക്കുക. ഇനി എഗ്ഗമിനെ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതെങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നേരത്തെ നമ്മളിത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവുന്നതൊക്കെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ടേ ഈ ഒരു എഗ്ഗമിനെ സെറ്റ് ആകത്തുള്ളൂ. ഇനി അർജൻറ്റായിട്ട് ആർക്കെങ്കിലും എഗ്ഗമിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എഗ്ഗമിന് അവൈലബിൾ ആട്ടോ. ഇവിടെ നമ്മൾ വലിയ ബാരലുകളിൽ ഉണ്ടാക്കി വെക്കാറുണ്ട്. നല്ല ഓർഗാനിക്കായിട്ട് ഒട്ടും കെമിക്കലോ അല്ലെങ്കിൽ മറ്റ് പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ നല്ല പ്യുവർ ആയിട്ടുള്ള സംഭവം. അപ്പോൾ വേണ്ടവർക്ക് നമ്മുടെ സുലൂസ് ഓർഗാനിക്സ് സൈറ്റ് ത്രൂ നിങ്ങൾക്ക് വേണേൽ മേടിക്കാം. ഏകദേശം ഒരു 3 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനത് കാണിക്കാത്തത് നമ്മൾ ഓൾറെഡി ഗ്ലൂക്കോസിൻ്റെ ചെയ്തത് കൊണ്ടാണ് നമുക്ക് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ അത്യാവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. 15 ഡേയ്സ് കഴിഞ്ഞിട്ട് റിസൾട്ട് കാണാം, ചെടിയുടെ റിസൾട്ട് കാണാം. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ എന്തൊക്കെ അപ്ഡേഷൻസ് ഉണ്ടായിന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്ലാൻ റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് അടുത്തടുത്ത് എപ്പിസോഡ്സ് ഷൂട്ട് ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.